അമേരിക്കയിൽ പോകുന്നതിന് വിസ സർവീസ് ചെയ്യുന്ന ഒട്ടേറെ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. കൂട് മുളച്ചു വരുന്നത് പോലെയാണ് പല സ്ഥാപനങ്ങളും ഒരു സുപ്രഭാതത്തിൽ മുളച്ചു വരുന്നത്. ആകർഷകമായ പരസ്യങ്ങൾ നൽകി ആളുകളെ വശീകരിക്കും. നാട്ടിലില്ലാത്ത ചാർജ് സർവീസ് ഫീസായി വാങ്ങുന്നത്. എന്നിട്ടോ കൃത്യമായി കാര്യങ്ങൾ അറിയാതെ വിസയ്ക്ക് അപേക്ഷിക്കും. ഒടുവിൽ വിസയുമില്ല, കൊടുത്ത കാശുമില്ല. ഉടനെയൊന്നും വിസയ്ക്ക് അപേക്ഷിക്കാനും ഒക്കില്ല. മറ്റുള്ള രാജ്യത്തേക്കുള്ള വിസ പോലെയല്ല അമേരിക്കൻ വിസ. ലഭിക്കണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട്. ഇതൊന്നും അറിയാതെ ആളുകളെ വലയിലാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കും. അങ്ങനെ ഒരു കെണിയിൽ വീണ യുവാവിന്റെ കാര്യം അന്വേഷിച്ചു ചെന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന പല വിവരങ്ങളും ലഭിച്ചത്. അമേരിക്കയിലുള്ള ഒരാളുടെ മകനാണ് എറണാകുളം traveler.com എന്ന സ്ഥാപനത്തിന്റെ പിടിപ്പ് കേടുകൊണ്ടും അറിവില്ലായ്മ കൊണ്ടും വിസ കിട്ടാതെ പോയത്. ഈ യുവാവിന്റെ പിതാവ് അമേരിക്കയിൽ അസുഖബാധിതനായി ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. പാൻക്രിയാറ്റിക് ക്യാൻസറായി അതീവ ഗുരുതരാവസ്ഥയിലാണ്. പിതാവിന് മകനെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോഴാണ് ഈ ഏജൻസിയുടെ ചക്രവർത്തമാനത്തിൽ വീണ് വിസയ്ക്കുള്ള ഡോക്യുമെന്റ്സുകൾ കൊടുത്തത്. അമേരിക്കയിൽ നിന്നുള്ള ഡോക്യുമെന്റുകളും കൂടാതെ കോൺഗ്രസ് മെമ്പർ വരെ റെക്കമെൻഡ് ചെയ്ത ലെറ്ററും കൊടുത്തു. നാട്ടിലില്ലാത്ത ഫീസാണ് വാങ്ങിയത്. ഈ രേഖകൾ വെച്ച് കോൺസുലേറ്റിൽ കൊടുത്ത DS-160 ഫോം കുളമാക്കി. അത് പൂരിപ്പിച്ചപ്പോൾ എന്തിനാണ് അത്യാവശ്യമായി പോകുന്നതിനെന്ന കാര്യം സൂചിപ്പിച്ചില്ല. സാധാരണ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കൃത്യമായ കാര്യങ്ങൾ ഫോമിൽ എഴുതി നൽകിയാൽ കൂടിക്കാഴ്ചയ്ക്ക് സമയം കിട്ടും, വിസയും ലഭിക്കും. വിസ ഇന്റർവ്യൂവിന് തീയതി എടുത്തു നൽകിയത് ഈ പിതാവിന്റെ സുഹൃത്താണ്. പക്ഷെ കോൺസുലേറ്റിൽ സമർപ്പിച്ച DS-160 ഫോമിൽ കാര്യങ്ങൾ വ്യക്തമായി എഴുതിയില്ല. അതുകൊണ്ട് തന്നെ വിസ റിജക്ട് ചെയ്തു. ഇതുവരെ ആ യുവാവിന് സ്വന്തം പിതാവിനെ കാണാൻ വിസ കിട്ടിയില്ല. ഇനി ഉടനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുമില്ല. ഇതുപോലെയുള്ള ഏജൻസിക്കാരെ നിരോധിക്കണം. ഇവന്മാരെയൊക്കെ എത്രയോ ആളുകളെയാണ് ഇതുപോലെ നിരാശരാക്കുന്നതും വഴിയാധാരമാക്കുന്നതും. സമയനഷ്ടം, ചാൻസ് നഷ്ടം, പണം നഷ്ടം, ഇതൊക്കെയാണ് മിച്ചം. ഇവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ആ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്.